ഇന്ന് വന്നിരിക്കുന്നത് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും പ്ലം കേക്ക് ഇഷ്ടാവില്ലേ? നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലം കേക്കിനേക്കാൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെക്കണം. ഞാൻ ഈ ഒരു ഗ്രേപ്പ് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇവിടെ ലുലുന്ന് വാങ്ങിച്ചതാണ്. ഇത് നോൺ ആൽക്കഹോളിക് ആണ്. ഗ്രേപ്പ് ജ്യൂസ് കോക്ടെയിലാണ് കേട്ടോ. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. 1.5 കപ്പ് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഡ്രൈ ചെറി, ഡ്രൈ ജിഞ്ചർ, ഡ്രൈ കിവി, ഡ്രൈ റാസ്ബെറി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം. 1 കപ്പ് കാഷ്യൂ എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ഞാൻ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് Tutti-frutti, 1/2 കപ്പ് റൈസൻസ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് പ്രൂൺസ് എടുത്തിട്ടുണ്ട്. പ്രൂൺസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 1 കപ്പ് ഡേറ്റ്സ് എടുക്കാം. ചെറുതാക്കി മുറിച്ചെടുക്കണം ഡേറ്റ്സ്. ഞാൻ പ്രൂൺസ് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മസാലകൾ വേണം കേട്ടോ. ഏലക്കാപ്പൊടി, പട്ട, ഗ്രാമ്പു, ജാതിക്ക, ഇത്രയും വേണം. പിന്നെ നമ്മുടെ ജ്യൂസ് വേണം. ഇതാണ് ഡ്രൈ ജിഞ്ചർ. ഡ്രൈ ജിഞ്ചർ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. നമ്മൾ ഇഞ്ചി മിഠായിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രൈ ജിഞ്ചറിന്. ഇനി ക്ലീൻ ആയിട്ടൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ മുന്തിരി ജ്യൂസിൽ 4 ദിവസം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1.5 ടേബിൾ സ്പൂൺ ഓറഞ്ച് മർമലേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് മർമലേഡ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഓറഞ്ച് ജാമിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ഗ്രാമ്പൂ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ അളവൊന്നും കൂടി പോവരുത്. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി തന്നെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഗ്രേപ്പ് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഗ്രേപ്പ് ജ്യൂസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി ഇതൊരു 5 മണിക്കൂർ നമ്മൾ പുറത്ത് വയ്ക്കുക. അതിനുശേഷം നല്ലൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 4 ദിവസം ഞാൻ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോഴേ നല്ല ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ മുന്തിരി ജ്യൂസിൽ നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ 4 ദിവസത്തിന് ശേഷം കണ്ടോ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും. ഇങ്ങനെയായി കിട്ടണം നമുക്ക്. ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കണം. ബ്രൗൺ ഷുഗർ നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാരമലായി കിട്ടും. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ നന്നായിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധാ മറ്റേ വൈറ്റ് ഷുഗർ ആയാലും കുഴപ്പമില്ല. ഷുഗർ നന്നായിട്ട് കരിഞ്ഞു പോവരുത്. ഒന്ന് കാരമലായി കിട്ടിയാൽ മാത്രം മതി. ആ ഷുഗർ കാരമലായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 സെക്കൻഡ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഷുഗർ സിറപ്പ് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഷുഗർ സിറപ്പ് നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മൾ കേക്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു അരിപ്പയിലേക്ക് 250 ml കപ്പിലാണ് ഞാൻ ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്ലെങ്കിൽ മൈദ കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് ഏലക്കാപ്പൊടി, 1 പിഞ്ച് ഗ്രാമ്പു, 1 പിഞ്ച് മാത്രം പട്ട പൊടിച്ചത്, 1 പിഞ്ച് ജാതിക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി 1 പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. 2 തവണ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഇനി മുന്തിരി ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഞാൻ 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നമ്മൾ മുന്തിരി ജ്യൂസ് ഒന്ന് പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷം വേണം ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഫ്ലോർ ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേറൊരു ബൗളിൽ റൂം ടെമ്പറേച്ചറിലുള്ള 150 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാ ഷുഗർ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒരു 3 മിനിറ്റ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഷുഗറും ബട്ടറും നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കിട്ടുള്ളൂ. കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. തണുപ്പുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും എടുക്കരുത്. അപ്പോൾ ഷുഗറും ബട്ടറും നന്നായിട്ട് തന്നെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ മുട്ട വീതം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മുട്ടയാണ് എടുക്കുന്നത്. ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത മുട്ട ചേർത്ത് കൊടുക്കുക. വീണ്ടും 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യുക. ലോ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടും ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കാരമൽ ചെയ്ത ഷുഗർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗർ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഈ സമയം ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇനി ഈ മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിന് പകരം നിങ്ങൾക്ക് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ച മുന്തിരി ജ്യൂസ് ഇല്ലേ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി വീണ്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനോടെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലോ സ്പീഡിൽ 4 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കേക്ക് ഞാൻ 7 ഇഞ്ച് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പാനിൽ ഞാൻ ബട്ടർ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാറ്റർ നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകൾ വശം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓവനിലേക്ക് വെക്കാം. 160 ഡിഗ്രിയിൽ 55 മിനിറ്റാണ് എനിക്കൊരു കേക്ക് ബേക്കായി കിട്ടാൻ എടുത്ത സമയം കേട്ടോ. ഇപ്പോൾ ഇത് 55 മിനിറ്റ് കൊണ്ട് എൻ്റെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കും കേക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. ഈ ഒരു കേക്ക് നമ്മൾ ഇന്നുണ്ടാക്കിയിട്ട് നാളെ വേണം മുറിക്കാൻ വേണ്ടിയിട്ട്. നാളെ കഴിക്കുമ്പോഴാണ് ഈ കേക്കിന് നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഈ പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.